ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിരിക്കണു. നല്ല കിടലൻ വെയിലൊക്കെയാണ് കേട്ടോ. 27-28 ഡിഗ്രി ഒക്കെയാണ് ഈ ഒരാഴ്ച പോകുന്നത്. ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എടുത്തു തുടങ്ങിയ ഒരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു വ്ളോഗ് എടുത്താൽ നല്ലതായിരിക്കും എന്നുള്ളത്. ആരാന്നുള്ളതൊക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് പറയാം. ഒരു താക്കോല് കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ അതിക്രമിച്ച് കയറിയ കുറച്ച് പേരെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. കേട്ടോ, വിഷ്ണു ഉണ്ട് എൻ്റെ ഒപ്പം. നേരത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി മറന്നു. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. പ്രസനം വിഷ്ണു ഉണ്ടോ? ഭയങ്കര സ്പീഡിലൊക്കെയാണ് പോണത്. 30-ന്റെ റോഡിൽ 40-ലൊക്കെയാണ് പോകുന്നത്. കാരണം വീട്ടിലെ ആൾക്കാർ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. പെട്ടെന്ന് പോവാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചൈനീസ് കടയാണ് കേട്ടോ, ഓറിയൻ്റൽ. ഓരോ തവണ ഞാൻ ഈ ഒരു ഭാഗത്ത് പോകുമ്പോഴും ഈ കടയിൽ എന്തായാലും കയറും. കാരണം ഇനി ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഓരോ തവണയും വരുമ്പോൾ കാണുന്ന ഓരോ സംഗതികളുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ ചക്ക വലുതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാ തവണയും ഞാൻ കയറി ചെക്ക് ചെയ്യും. ഇത്തവണ അതേ റംബൂട്ടാനൊക്കെ കണ്ടായിരുന്നു. റംബൂട്ടാൻ എനിക്ക് ഇഷ്ടമേ അല്ല, കാരണം എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ അതുണ്ടായിരുന്നുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. അപ്പോൾ കാര്യമായിട്ട് നമ്മളവിടുന്ന് ഇലയൊക്കെയാണ് വാങ്ങി. എന്നിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ടർക്കി ഷോപ്പിൽ പോയിട്ട് കുറച്ച് മീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമുക്കിനി വീട്ടിലോട്ട് പോകാം. നമ്മുടെ ഹോഫ്ഡോർപ്പ് ഒരു വലിയൊരു ടർക്കി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് രാത്രി 8 മണി 9 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അധികം നമ്മളെല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് മീറ്റൊക്കെ വാങ്ങിക്കാറ്. കാരണം ക്വാളിറ്റി നല്ലതാണ്, പ്രൈസും ആൽബർട്ടൈനേക്കാളൊക്കെ കുറച്ച് കുറവാണ്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് സൺചേട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നെയ്ത്തന് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും അവനും കൂടെ കൗച്ചിരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് അങ്ങനെ വാങ്ങിയൊരു ഗിഫ്റ്റാണ്. അപ്പോൾ അവൻ കുറച്ച് ദിവസമായി അത് വന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേട്ടോ. എന്താണ് ഒരു ചിരിയൊന്നും ഇല്ലാത്ത നെയ്ത്താൻ? താങ്ക് യു ഒന്നും പറഞ്ഞില്ലല്ലോ. നോക്ക്, എന്താണ് ഡാനി? എന്താണ് വായിച്ചു? ഓപ്പൺ ആക്കി തരാം. ഇത് നെയ്ത്തിനുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടെയാണ് കേട്ടോ. ഞാൻ അവൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ടുപോയി. പിന്നെ കഴിഞ്ഞ ദിവസം ഇവർ വീട്ടിൽ വന്ന സമയത്ത് ഞാനും അവനും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഷൂ വേണമെന്ന് അവന് പറഞ്ഞു. അവൻ തന്നെ സെലക്ട് ചെയ്ത ഷൂ ആണ് കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്തു. പിന്നെ ഇത് വരുന്നത് വരെ പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, അവർ തന്നെ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് കാത്തിരിക്കലായിരുന്നു പുള്ളിയുടെ പരിപാടി. ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി ഹോഫ്ഡോപ്പ് സെൻറ്റർ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം സഞ്ജയന്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം നെയ്ത്തിന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് കണ്ട് തിരിച്ചെത്തുമ്പോക്കെ നമ്മൾ വീട്ടിലെത്തും. വീട്ടിൽ കയറിയ ആൾക്കാരെ നമ്മൾ കൈയോടെ പൊക്കുന്നതാണ്. ഇഷ്ടമല്ലേ? അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. തുറന്നടക്കായിരുന്നോ? വീട്ടിലെ ആൾക്കാരില്ലാത്ത സമയത്ത് എന്തിനാണ് നിങ്ങൾ അതിക്രമിച്ച് കയറിയത്? എന്നിട്ട് ഇവരെന്നോട് ചോദിക്കുക ഹൂസ് ദിസ്? നിങ്ങൾ അതിക്രമിച്ച് കയറിയെങ്കിൽ ഉണ്ടാക്കിയെങ്കിലും തുടങ്ങിക്കൂടായിരുന്നോ? വിഷ്ണു വിഷ്ണു വീഡിയോയിൽ കണ്ട എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആംസ്റ്റൽഫെയിനിലുള്ള നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിളിലുള്ളവരാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളത്. ബീഫ് പള്ളിക്കറി, ചിക്കൻ ഫ്രൈ, അന്ന് നമ്മൾ കഴിച്ചത്. രണ്ടാമത് പാൽക്കപ്പ, ചിക്കൻ കറി, ബിരിയാണി. ഞാൻ രണ്ടാമത്തെ കൈ വെക്കിയത്.
റോസാണ് ഇന്നത്തെ ചീഫ് കുക്ക്. റോസ് എന്തൊക്കെയാണ് എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള 2 ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓപ്ഷൻ നമ്പർ 1 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാനും വിഷ്ണു ഓൾറെഡി ടർക്കി ഷോപ്പിൽ പോകുമ്പോൾ നമുക്കറിയായിരുന്നു തൊട്ട് ഇവർ വരുന്നുള്ളത്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് ഇവർ കയറി എന്നുള്ളതൊക്കെ. നമ്മൾ കീ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇൻ കേസ് എത്താൻ ലേറ്റ് ആവുകയാണെങ്കിൽ അവർക്ക് വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഗീതു നല്ല നൈസായിട്ടാണ്, നമുക്ക് വലിയ പണിയൊന്നും വരില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു അൻഷിക്കുണ്ട്, റോസ് ഉണ്ട്, സാറുണ്ട്. ഞാൻ എന്താ മറ്റേ ഓഫ് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ചില്ലിങ്, ഓൺലി ചില്ലിങ്. എല്ലാരും കിച്ചണില് ഭയങ്കര പണിയിലാണ് കേട്ടോ. എന്ത് ഉത്സാഹം എല്ലാവർക്കും. കിച്ചണിന്റെ വലിപ്പം കുറച്ചും കൂടെ കൂട്ടായിരുന്നു. റോസ് എത്ര സവാള? ചിക്കൻ കറിയിലേക്കല്ലേ? അയ്യോ ഇത് തീരെ കുഞ്ഞല്ലേ. അപ്പൊ ചിക്കൻ കറിയാണോ? ഫ്രൈ ഒന്നുമില്ല? അയ്യോ റോസ് മറ്റേ സ്ക്രം മാസ്റ്റർ ആണോ? യെസ്, ഞാൻ എല്ലാരെയും ഡെലിഗേറ്റ് ചെയ്യും. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തിട്ട് വരാം. എന്റെ മുടിയൊക്കെ ഉണ്ടല്ലോ കുളിച്ചിട്ട് 2-3 ദിവസം ആയതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ എണ്ണ ഒട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനും വിഷ്ണു പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. വിഷ്ണുവിന് പൂക്കളുള്ള ഷർട്ടും ട്രൗസർ ഇടാനും എന്നോടൊരു ഡ്രസ്സ് ഇടാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റിട്ട് വരാം. വിഷ്ണു ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് വരുമോ? എന്നാ പിങ്ക് ഇട്ടോളൂ. പിങ്കും പച്ചയും. ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടി പോണേ. ഇത് വിഷ്ണുവിന്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ്. ഈ നാട്ടിൽ നിന്ന് വെസ്റ്റ് സൈഡിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓർമ്മയുണ്ടോ ഈ ഡ്രസ്സ്? ഒരു ഓർമ്മയുണ്ടാവില്ല. ഞാനിവിടെ റെഡിയായി. എൻ്റെ മുടി ഭയങ്കര ഇങ്ങനെ എണ്ണ ഒലിച്ചിരിക്കുന്നോണ്ടേ ഞാൻ ഒന്ന് ജസ്റ്റ് കെട്ടി വെക്കാന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ താഴെ വന്നപ്പോക്ക് കുക്കിംഗ് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി അരിയുന്നുണ്ട്, വെളുത്തുള്ളി ഇഞ്ചും ചതയ്ക്കുന്നുണ്ട്. ആകെ മൊത്തം ഒരു ബഹളമായി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓ എന്തൊരു സ്നേഹം! വീഡിയോ എടുത്തോ? ഇത്രയും സ്നേഹം. പ്രതുവിനെ ഏൽപ്പിച്ച ജോലിയൊക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ചിക്കനൊക്കെ മുറിച്ചതിന് ശേഷം സ്ഥലം നന്നായി വൃത്തിക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ശബ്ദം കുറച്ച് കുറവുണ്ട്. കാരണം കച്ചറ ഉണ്ടാക്കുന്ന 2 ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട്. ബീഫും ചിക്കനും തികയില്ല എന്നുള്ളൊരു സന്ദർഭം വന്നു. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി അവർ പോയിട്ടുണ്ട്. കുക്കിങ്ങിൽ എന്റെ ഒരു പ്രാഗൽഭ്യം ഇന്ന് കാണിക്കണം തോന്നുന്നില്ല. കാരണം അടുക്കള ഫുൾ റോസും അൻഷിഫിയും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കെങ്കിൽ. അപ്പൊ ഞാൻ ഇന്ന് എന്റെ പ്രാഗൽഭ്യം കാണിക്കുന്ന ക്ലീനിങ്ങിലാണ്. ഓക്കെ, ഐ എം ഫോക്കസിങ് ഓൺ ക്ലീനിങ്. അല്ല ഗീതു കുട്ടികളുടെ മേൽനോട്ടം, ഞാനിവിടെ ഞാൻ കിച്ചന്റെ മേൽനോട്ടം. ഇവിടെ നമ്മുടെ ചിക്കനും ബീഫും ഒക്കെ അടിപൊളിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും വിഷ്ണുവും പൊതുവെ 2 ഡിഫറെൻറ്റ് സ്വഭാവമുള്ള ആൾക്കാരാണല്ലോ. പക്ഷെ നമുക്ക് 2 പേർക്കും ഒരേപോലെയുള്ള ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പേരും ഭയങ്കര ഫ്രണ്ട്സ് പേഴ്സണാണ്. നമുക്ക് എപ്പോഴും വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാവുക, അതേപോലെ നമ്മളും എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമുക്ക് 2 പേർക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമ്മൾ അധികം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഇത് എൻ്റെയും വിഷ്ണുവിൻ്റെയും കാര്യം മാത്രമല്ല കേട്ടോ. നമ്മുടെ NL ഫാമിലി ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ആംസ്റ്റൽഫെയിനിലുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒപ്പം ഇരിക്കാനും ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറേ പരിപാടികൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത്. പിന്നെ സമ്മർ ആകുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ പരിപാടികളുടെ എണ്ണം കൂടും. കാരണം ജീവിതത്തിൽ കുറച്ച് വെയിലും വെളിച്ചമൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനും ഒക്കെ വേണ്ടി തോന്നും. റോസിനെ കാണിച്ച ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. റോസ് ഒരു ഭയങ്കര പാഷനേറ്റ് കുക്കാണ്. ഇവിടെ നെതർലൻഡ്സില് 3 നേരം 4 നേരം രാത്രി ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരേ ഒരാൾ റോസ് ആയിരിക്കും. രാവിലെ റോസിന് ഇഡ്ലി, സാമ്പാർ, അപ്പം, ഇടിയപ്പം, ഇറച്ചിപ്പുട്ട്. റോസിന് ജോലിക്ക് ചില ദിവസം രാവിലെ 5 മണിക്ക് പോകണം. അതിന് മുന്നേ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോവുക. റോസിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് കേട്ടോ, ME Grills.
അപ്പൊ പക്ഷെ റോസിന്റെ 1-2 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഞാൻ അടുത്തൊരു മഷ്റൂം ടോസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പ്രതു ഈ കലിങ്കിലൊക്കെ ഇരുന്നത് കമന്റ് അടിക്കുന്ന പയ്യന്മാരുണ്ടായിരിക്കില്ലേ, അതേ ഒരു ലുക്ക്. നമ്മൾ വിചാരിച്ച മെനു നമ്മൾ ഒരുപാട് വ്യതിചലിച്ചിരിക്കുന്നു. നമ്മുടെ പ്ലാൻ പാൽക്കപ്പ, ചിക്കൻ കറി, മീൻ പൊള്ളിച്ചത്, BDF, പിന്നെ പൊറോട്ട. വ്യതിചലിച്ചു എന്ന് പറഞ്ഞാൽ മാറി സഞ്ചരിച്ചു. വ്യതിചലിച്ചു. അപ്പൊ പിന്നെന്തായിരുന്നു? ഇത്രയല്ലേ ഉള്ളൂ. എന്തൊക്കെയാ ഒരു വ്യതിചലിച്ച് പറയണ്ടായിരുന്നു. അങ്ങനെ വ്യതിചലിച്ചു ഡിസ്കഷൻ. ഞങ്ങൾ മെനു ചേഞ്ച് ചെയ്തു. എന്ത് സിമ്പിൾ ആണ്. തന്നെ മലയാളി. ഞാൻ വ്യതിചലിച്ചൊക്കെ ഞാൻ പറഞ്ഞു. വ്യതിചലിച്ചു. ഒരു വ്യതിചലിച്ചു കാരണം എനിക്ക് കുറച്ചു നേരം നിർത്തിയേക്കേണ്ടി വന്നു. പിന്നെ റോസിന്റെ വക പുഡിങ്ങും ആയിരുന്നു കേട്ടോ. വേറെ എന്തോ ഒരു വായ കൊള്ളാത്ത ഒരു ഡെസേർട്ട് തന്നെ, ട്രാങ്കുലൈസറോ എന്ത് പറഞ്ഞു റോസിന്റെ അടുത്ത്. അപ്പൊ ട്രസ്ലെച്ചസും കൂടെ പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാം മാറി നമ്മള് ബ്രൗണിയും ഐസ്ക്രീമും ആക്കിയിരിക്കുകയാണ് ഡെസേർട്ട്. അതും എന്തോ വരുന്ന വഴിക്ക് ഭാഗ്യത്തിന് അൻഷിഫ വാങ്ങിച്ചതുകൊണ്ട്. പിന്നെ ഇപ്പൊ പാൽക്കപ്പ, ചിക്കൻ ഫ്രൈ, പള്ളി ബീഫ് കറി അല്ലേ, ബീഫ് പള്ളിക്കറി, അതാണ്. പിന്നെ ഇടിയപ്പം. നന്നായിട്ട് കപ്പ ഉടയ്ക്കാൻ അറിയുന്ന ആരാ ഉള്ള? പ്രതുവാണ് ഇങ്ങനത്തെ അപ്പൻഡിക്സ് പണിക്കൊക്കെ നിൽക്കുന്നത്. ഇത് മൊത്തം വെള്ളം പോലെ ആണോ? ഞാൻ പാൽക്കപ്പ ഇതിന് മുന്നേ ഒരു തവണ കഴിച്ചിട്ടുള്ളത്, റോസുണ്ടാക്കിയിട്ട് കഴിച്ചിട്ടില്ല. നാട്ടിൽ പോയിട്ട് ഞാൻ പാൽക്കപ്പ ശരിക്കും കഴിച്ചിട്ട് ഞാൻ പറയാം. ഇനി ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി തന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഉണ്ടാക്കാൻ പോവാണെന്നുണ്ട്. ഞാൻ കുറെ പ്രാവശ്യം കേട്ടതാ. ഏകദേശം ഞാൻ വായിൽ വെച്ച് ഇറക്കി കഴിച്ചിട്ട് ഞാൻ പറയും കിട്ടിയെന്ന്. അന്ന് വിളിക്കണം ഞാൻ വിചാരിച്ചുള്ളൂ. അതാ പറഞ്ഞത്. എന്നോട് ഏകദേശം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അത് നടന്നിട്ടില്ല. പക്ഷെ ഇന്നലെയും കൂടെ നമ്മൾ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കിയുള്ളൂ. ഇടിയപ്പം പുട്ടല്ല, ഇടിയപ്പം. ഇപ്പൊ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ്. ഷെറീർ മറ്റേ മൾട്ടി ടാലന്റ് ആണല്ലോ. ആദ്യം ഉള്ളി അരിയുന്നു, പിന്നെ കുട്ടികളെ നോക്കുന്നു. അല്ല, ഐശ ഉണ്ടാക്കുമ്പോ എന്തായാലും ബാക്കി ഉണ്ടാവും. ഐശ ഇച്ചിരിയിലൊന്നും നിർത്തില്ല. ദീപ ചേച്ചി കൊറേ ഉണ്ടാവും. നീ എത്ര ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എനിക്കറിയില്ല. ഞാൻ ഒരാളെ പപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് പപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും ഒരാൾ എന്തായാലും ഒരു പപ്സ് അല്ല 2 പപ്സ് കഴിക്കും. ഈ 2-ൽ 3 വേണമെങ്കിൽ അത് 4 ഇരിക്കട്ടെ. എന്നിട്ട് 4x9 ഞാൻ ഉണ്ടാക്കുന്ന പപ്സ്. അപ്പൊ വേറെ ഐറ്റംസ് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പപ്സ് എടുക്കുള്ളൂ, ബാക്കിയല്ല. ഞാൻ അങ്ങനെ ഇത് പണിയെടുത്ത് കൈ കഴുകുന്നു. ഇത് ഞെട്ടി പോയിരുന്നു. പ്രതുള്ളപ്പോ ഞാൻ പണിയെടുത്തോ, പ്രതുല്ലാത്തപ്പോ ഞാൻ പണിയെടുത്തോ. നമ്മുടെ കുക്കിങ്ങിൻ്റെ കട്ടിങ്ങും പൊടിക്കലും അരക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ചും കൂടെ ബീഫും ചിക്കനും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിനീതും വിഷ്ണുവും കൂടെ പുറത്ത് പോയിരിക്കുകയാണ്. കാരണം നോക്കിക്കഴിഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെന്നാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സമയമുണ്ട്. നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ അതേ ഇവിടെ ഗാർഡനിൽ ഇറങ്ങി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ സൺലൈറ്റ് ഉള്ളതിൻ്റെ ഇമ്പാക്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോനൊക്കെ പറ്റി ചിന്തിക്കുമോ? പ്രതു ബീഫും ചിക്കനും കട്ടിങ് നിർത്തിയതായിരുന്നു. പക്ഷെ നമ്മുടെ ചീഫ് കുക്കിനൊരു സംശയം, ചിക്കനും ബീഫും തികയില്ലേ എന്നുള്ളത്. അങ്ങനെ വീണ്ടും വിനീനെയും വിഷ്ണുവിനെയും വിട്ടിട്ട് ഒരാളെയും കൂടെ വിട്ടായിരുന്നല്ലോ. ഒപ്പം 2 കിലോ ബീഫ് 1 കിലോ മേടിച്ചു. 2 കിലോ മേടിച്ചോ? ചുമ്മാ ഈ എല്ലാ വീഡിയോയും തള്ളണ്ട. അത് കേട്ടോ. പക്ഷെ അന്ന് ഞാൻ 2 പേർക്ക് 3 കിലോ ചിക്കൻ, 4 പേർക്ക് 3 കിലോ ചിക്കൻ വാങ്ങി വന്നിട്ട് തീർന്നായിരുന്നു. 10 കിലോ ബീഫ് വാങ്ങിയാലും ഇപ്പൊ തീരും. ഈ പരിപാടി സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഞാനും റോസും കൂടെയാണ് ഈ ഒരു പരിപാടി ഓണാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ കുക്ക് ചെയ്ത് വന്ന്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഇപ്പോൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ മാറിനേറ്റ് ചെയ്ത് വന്ന് നമുക്കൊരു പാർക്കിൽ പോയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബാർബിക്യൂ ചെയ്യാം, അല്ലെങ്കിൽ കുക്ക് ചെയ്ത് വന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഐഡിയ. കാരണം 1 month ഞാൻ നാട്ടിലോട്ട് പോകുമല്ലോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സമ്മർ എല്ലാം മിസ്സാവും. അപ്പോൾ അതിന് മുന്നേ എല്ലാവരുടെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് പാർക്കിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ബാർബിക്യൂ
ജോലിക്കൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെയാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. സ്പെഷ്യൽ ബീഫ് പള്ളിക്കറിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളല്ല റോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റെസിപ്പി ഒന്നും എനിക്കറിയാൻ പാടില്ല. ഞാനിവിടെ ക്ലീനിങ് ജസ്റ്റ് ഉള്ളി അരിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോസിന്റെ എമ്മി ഹെൽസ് ഉണ്ടായിരിക്കും വേണമെങ്കിൽ റെസിപ്പിയൊക്കെ. കുക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നൊരു പാത്രം വീണ് പൊട്ടിയിട്ടോ. പെട്ടെന്ന് നമുക്ക് ചില്ലൊക്കെ ക്ലീൻ ചെയ്യാം. കാരണം പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി കളിക്കുന്നുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അധികം കണ്ടുപിടിക്കാൻ പിള്ളേരായിരിക്കും. ആ പരിപാടിക്ക് ശേഷം ഞാനും പ്രതുവും കൂടെ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ട മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കൊരു ഗ്രാൻഡ് പാർട്ടി വരുന്നുണ്ട് അൻഷിഫ. നമ്മൾ വിഷ്ണുവിന്റെ ഷെറീറിന്റെ ബോസിനെ നമ്മളെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കി തരാം, ഇതുപോലെ വരട്ടോ. അവര് വരുമ്പോഴേക്കും പോയാൽ മതി. അവര് വരുമ്പോഴേക്ക് പോയാൽ മതി. ഡീസന്റ് ആവുള്ളതാണ്. നമ്മുടെ അന്നത്തെ മെനു എന്തൊക്കെയാന്ന് അറിയോ? ചിക്കൻ ടിക്ക, ഉണ്ണിയപ്പം. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടത് ഉണ്ണിയപ്പം ശരിയാവാത്തതെന്ന് തോന്നുന്നു. സമോസ, പിന്നെ ഇടിയപ്പം, വെള്ളപ്പം, പിന്നെ പൊറോട്ട, ചിക്കൻ കറി, സ്റ്റൂ, അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറി, ബീഫ് ഡ്രൈ ഫ്രൈ, പിന്നെ ക്രസന്റ് പുഡിംഗ്. ക്രോസന്റ് പുഡിംഗ് ശരിയാ. പിന്നൊന്നുമില്ലല്ലോ. ഞാൻ ഈ ഒരു പാർട്ടിയോട് കൂടെ ഞാൻ കുറച്ച് ഡയറ്റിങ്ങിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. ഭയങ്കര കഴിപ്പാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട്. ഞാനും അടുത്ത 3 ദിവസത്തേക്ക് ഡയറ്റിംഗ് ആണോ? ഞാനൊരു ചെറിയ ഡയറ്റിംഗിൽ പോകാൻ പോണ ഒരു മാസം. 3 ദിവസത്തിനൊന്നും പോയിട്ടൊരു കാര്യമില്ല. മിനിമം ഒരു മാസമെങ്കിലും 3 ദിവസം. സഹകരിക്കണം, തിരിച്ചു പോവാ, പോയി തരണം. എനിക്ക് ഷെറീർ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിലൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്യുന്ന കാര്യം ചിക്കൻ ഫ്രൈ ആയിരിക്കും. കാരണം അതെന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു ചിക്കൻ ഫ്രൈ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ്സിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ ഷെറീർ നല്ലൊരു കുക്കാണെന്ന് മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ പുള്ളി ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ അടിപൊളിയാണ്. നമുക്ക് ഒരു ഡീറ്റെയിൽ റെസിപ്പി പുള്ളിയുടെ അടുത്ത് ചോദിക്കാം, പുള്ളി എന്തൊക്കെയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെയായിരുന്നു ഷെറീർ തന്ന ലിസ്റ്റ്. പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാനും ഉണ്ടാക്കാറ്. പക്ഷെ ഒരിക്കലും ഈ ഒരു ടേസ്റ്റ് വരാറില്ല കേട്ടോ. എനിക്ക് ഏറ്റവും പേടി എന്റെ ചിരിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ചെറിയ മനസ്സമാനം തോന്നുന്നു. വിഷ്ണുവിനെയും വിനീതിനെയും കാണുമ്പോൾ ബ്രദേഴ്സിനെ പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് എപ്പോഴും ഇവർ ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് ഭയങ്കരമായിട്ട് കിട്ടും. അത് വിഷ്ണു സമ്മതിക്കാറില്ല, വിനി സമ്മതിക്കാറില്ല. പക്ഷെ എന്തോ എനിക്കും റോസിനും അങ്ങനത്തെ ഒരു ഫീല് ഭയങ്കരമായിട്ട് കിട്ടും. സംവെയർ ഒരു ബ്രദേഴ്സ് ഫീൽ. വിഷ്ണു ഒരു എൽഡർ ബ്രദറും വിനി ഒരു യങ്ങർ ബ്രദറും എന്നുള്ളൊരു ഫീലാണ് എനിക്ക് എപ്പോഴും കിട്ടാറ്. ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ എല്ലാവരും കൂടെ കൂടുകയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചുമ്മാ നിങ്ങൾക്കും കാണാൻ ഇഷ്ടമുള്ള വ്ളോഗാണ്, എനിക്കും എടുക്കാൻ ഇഷ്ടമുള്ള വ്ളോഗാണ്. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകെ മൊത്തം ഒരു ബഹളമയം. എനിക്കറിഞ്ഞൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എന്തായാലും ഒരു ഫൺ വ്ളോഗാണ്, ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇടിയപ്പം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ഇത്തവണ വിഷ്ണു ഇല്ലാതെയാണ് ഞാൻ നാട്ടിൽ പോണത്. എല്ലാ തവണയും ഞാൻ ഓരോ സാധനം വാങ്ങിക്കണം പറയുമ്പോൾ വിഷ്ണു അത് ആവശ്യമില്ല എന്ന് പറയും. ഇത്തവണ എനിക്ക് എല്ലാ ആവശ്യമുള്ളതായിരിക്കും. ഞാൻ ഒരു പൊളി വിളിക്കും. അതൊരു 10 മിനിറ്റ് 8 മിനിറ്റ്. നന്നായിട്ടായി. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ റെസിപ്പി കിട്ടിയോ? ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അതെങ്ങനെ നീ മറ്റേ ബീഫ് പള്ളിക്കറി വെക്കുന്നത്? അതല്ല, പള്ളിക്കറി ഞാൻ ഇതുപോലെ ഒരു ഷോർട്സ് കണ്ടതാ. എന്നിട്ട് ഞാൻ പിന്നെ എന്റേതായ രീതിയിൽ പ്രതുവിനെ പഠിപ്പിച്ചതാട്ടോ ഗൈസ്. ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിക്ക് വിഷ്ണുവിനെ റോസ് ക്ഷണിച്ചിരിക്കുകയാണ്. റോസ് ഉണ്ടാക്കുന്ന ഫുഡ് വിഷ്ണു കയ്യിൽ ടേസ്റ്റ് ചെയ്യില്ല, അതറിയില്ല. ഉപ്പ് വേണോ, പെപ്പർ വേണോ? അത് കുറച്ചിങ്ങനെ പ്രോസസ് ചെയ്യണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റില്ല മുഴുവൻ. ടേസ്റ്റ് ശരിക്കും വിഷ്ണുവിനെ ജോലിക്ക് എടുത്ത് ഞാൻ ടെസ്റ്ററിന്റെ ആവശ്യമില്ല. സീരിയസ്ലി വേണ്ട. ഇവൻ അവരുടെ ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ പേടിയാ. കുറച്ച് മല്ലിയില ഇട്ടോടെ.
എന്താ വേണ്ട? അങ്ങനെ റോസിന്റെ നമ്മുടെ ബീഫ് കറി ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ്. കൊറേ നേരം നമ്മൾ കുക്കിംഗ് ആയപ്പോഴേ റോസ് മാത്രമായി കിച്ചണില്. പക്ഷെ ഈ റോസിന്റെ അത്ര കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ഇല്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. അത് വിരിയലേ അതായത് എന്റെ ഭർത്താവിനെ കൂടെ ഉൾപ്പെടുത്തണം. അതെ, അതെന്റെ ഭർത്താവ്. ഷെഫിന്റെ മറ്റേ ഏപ്രിലൊക്കെ ഊരി വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ പോയ ഗ്യാപ്പില്. എന്റെ ഏപ്രിൽ എനിക്ക് പറ്റില്ല. ഞാൻ ഇത്ര നേരം ബിൽഡപ്പ് കൊടുത്ത ഷെറീറിന്റെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പ്ലേറ്റിലോട്ട് ഇടുമ്പോൾ തന്നെ പകുതി എല്ലാവരും കൂടെ കഴിച്ചു തീർക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയമായപ്പോഴേക്ക് നമ്മുടെ മെയിൻ കുക്കിംഗ് എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിനീതും വിഷ്ണുവും കൂടെ ദേ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയും ഇവർക്കൊരു സെയിം ക്യാരക്ടർ എനിക്ക് തോന്നും. ഇവർക്ക് രണ്ടുപേർക്കും ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ദേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം മുകളിലിടാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ വറുത്ത് കോരുന്നുണ്ടായിരുന്നു കേട്ടോ ഷെറീർ. അതിലെന്താണ് മിക്സ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് റോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് റോസിന് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഒരു സ്കില്ലാണ് കേട്ടോ. റോസിൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനും ഇങ്ങനെ സെർവ് ചെയ്യാനും അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ റോസും ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും കുക്കിംഗ് കഴിഞ്ഞപ്പോഴേ ഭയങ്കര ചൂട്. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പുറത്തും ഏകദേശം ഒരു 27 ഡിഗ്രി ഉണ്ട്. അപ്പോൾ അകത്തും ഈ ഒരു സ്റ്റവിൻ്റെ അടുത്ത് നിന്നിട്ട് ഭയങ്കര ചൂട്. അപ്പോൾ എല്ലാവരും കൂടെ പറയായിരുന്നു കുറച്ച് നേരം നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് നമ്മുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മാക്സിമം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു സജഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ബേസിക് ക്ലീനിങ്ങും നമ്മുടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ പുറത്തിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല വെയിലും നല്ല കാറ്റുമൊക്കെ കൊണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ പ്ലാൻ ചെയ്ത പോലെ കുറേ നേരം ഇരിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഇടിയപ്പം ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പാൽക്കപ്പയുണ്ട്, പിന്നെ ബീഫ് കറി ഉണ്ട്. ഓഫ്, ഇന്നൊരു പൊളി പൊളിക്കും. ആദ്യം ഉണ്ടല്ലോ റോസ് ഒരു ഇലയൊക്കെ സെറ്റ് ചെയ്ത്, റോസിന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ റോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയില്ലേ അവൾ ആ ഒരു വാഴയിലേക്ക് വെച്ച് കാര്യങ്ങളൊക്കെ വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു. ഫൈനലി നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വേണ്ടത്ര ചെയറില്ല. അപ്പോൾ എൻ്റെ വർക്ക് റൂമിൽ നിന്ന് എൻ്റെ ചെയറും കൂടെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫുഡ് എന്തായാലും ഹിറ്റായിരുന്നു. എനിക്കും പ്രദുവിനും ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. കാരണം നമ്മൾക്ക് രണ്ടുപേർക്കും ചിക്കൻ ഫ്രൈ പൊതുവേ ഇഷ്ടമാണ്. വിഷ്ണുവിനും ഷെറീറിനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പയും ബീഫ് കറിയാണ്. പാൽക്കപ്പ അംഗീകാരം അർഹിക്കുന്ന ഒന്നാണ് കേട്ടോ. കാരണം കിടിലാണ് അവളുടെ പാൽക്കപ്പ. പിന്നെ കുറച്ച് കുഴപ്പമായി, ഈ പൊറോട്ട മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിയത്. കഴിക്കുന്നേ ഈ ചിക്കൻ ഫ്രൈന്റെ ഈ സാധനം കണ്ടോ? ഓ, ചിക്കൻ ഫ്രൈ അടിപൊളിയാണ് കേട്ടോ. പൊടിയുണ്ടോ? നമ്മൾ ചിക്കൻ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണയിൽ ചിക്കൻ മുങ്ങി കിടക്കണം എന്നുള്ളതാണെന്ന് ഞാൻ അന്ന് അവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. നമ്മുടെ RCB കളിയുടെ വന്ന് നിങ്ങൾ വേറെ പലതും മനസ്സിലാക്കിയത് എനിക്കതാ. ഇതാണ് എൻ്റെ പ്ലേറ്റ്. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും കൂടെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് കഴിച്ച ഓരോരോ ഫുഡും. എനിക്കിപ്പോഴും കൂടെ എൻ്റെ വായിൽ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒരു നാടൻ ഊണും ഈ ഒരു ഫുഡും പിന്നെ അതേപോലെ ഒരു ഗെറ്റ് ടുഗദറും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫുഡിന് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു കേട്ടോ. എന്തായാലും ഇന്ന് കുക്കിങ്ങിൽ നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇന്ന് ക്ലീനിങ് കുറച്ച് കാര്യമായിട്ട് ഇടപെടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനും വിഷ്ണുവിൻ്റെ ഒപ്പം ഇന്ന് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കുറേ പാത്രങ്ങളൊന്നും ഡിഷിൽ കൊള്ളില്ലായിരുന്നു, അല്ലെങ്കിൽ ഡിഷിൽ വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേ കൈ കൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്റ്റീവ് ഉറങ്ങുമായിരുന്നു കേട്ടോ. എണീറ്റ് വന്നോടെ നമ്മൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫുഡെല്ലാം എടുത്ത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അത്രയും വിശക്കുന്നുണ്ടായിരുന്നു എന്ന്.
നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വിനീതിനും വിഷ്ണുവിനും എവിടേക്കോ എനിക്കൊരു ബ്രദേഴ്സിനെ പോലെ തോന്നുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്ന കാര്യമാണ് വിഷ്ണുവിൻ്റെ അനിയത്തി ഇല്ലേ വിധുവിൻ്റെ മോനുണ്ട് ആരുഷ്. അപ്പോൾ ആരുഷിനും സ്റ്റീവിനും ഏകദേശം ഒരു ചായയൊക്കെ എനിക്ക് തോന്നും. എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ കൗച്ചിലിരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതു കിടന്ന് ഉറങ്ങുന്നുണ്ട്. പ്രതു മാത്രമല്ല വർത്തമാനം പറയുന്നതിനിടയിൽ പലരും കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. കാരണം എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ആയിട്ടിരിക്കുകയല്ലേ. അത് കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങാൻ തീരുമാനിച്ചു. അധികം ലേറ്റ് ആക്കണ്ടെന്ന്. കാരണം നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേ ആണല്ലോ. ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വ്ളോഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിന് ശേഷം നമ്മൾ മെല്ലെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വ്ളോഗ് എത്ര എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നിങ്ങൾ എന്നോടൊന്ന് കമൻസിൽ അറിയിക്കണം കേട്ടോ. കാരണം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആകമൊത്തം ഒരു ബഹളമായതുപോലെ തോന്നുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ, എൻജോയ് ചെയ്തോ, അതോ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലേ എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.